എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് മലയാളം അറിയാം? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മലയാളം അറിയാം. ദൈവത്തിന് മഹത്വം കയറിയിട്ടുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസൻ ജോൺ ധനരാജ് അവർക്കും കുടുംബത്തിനുമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സഹശുശ്രൂഷകന്മാർ, എൽഡേഴ്സ്, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്തൃദാസനുമായിട്ട് ഞാനൊരു ഫോണിൽ വിളിച്ച പരിചയമേ ഉള്ളൂ. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ, കരുണയാൽ ഈ ജൂലൈ മാസം ഇവിടെ വന്ന് ശുശ്രൂഷിക്കുവാൻ, നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായി സ്തോത്രം ചെയ്തു. കർത്തൃദാസൻ ഇന്ന് സങ്കീർത്തനം വായിച്ചതുപോലെ ഭൂമിയിലുള്ള സകലതും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാനോ വമ്പ് പറയുവാനോ ഒന്നുമില്ല. ആരാധ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭൂമിയിലും സ്വർഗത്തിലും സകലത്തിലും എല്ലാ നാവും യേശു മാത്രം കർത്തനെന്ന് ഏറ്റുപറയും. അതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ എൻ്റെ കുടുംബം, ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം എറണാകുളത്താണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ തിരുവനന്തപുരം കിരാത്തൂരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും കർത്തൃദാസൻ എനിക്ക് 10:05 വരെ സമയം തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, അടുത്ത സർവീസ് തുടങ്ങാൻ സമയമായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ആയിരിക്കും ദൈവദാസൻ തരുന്നു പറഞ്ഞു. പക്ഷെ കർത്തൃദാസൻ 1 മണിക്കൂർ തന്നു. പേടിക്കണ്ട, ഞാനൊരു 45 മിനിറ്റ് കൊണ്ട് നടത്തിയേക്കാം. സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് കിരാത്തൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാം. എൻ്റെ ഭാര്യ ഡാൽസി കടന്നു വന്നിട്ടില്ല. ഞാൻ കർത്താവിൻ്റെ വേലയുമായി ബാംഗ്ലൂർ പട്ടണത്തിൽ പാസ്റ്റർ M.A. വർഗീസ് അവരുടെ സഹശുശ്രൂഷകനായിട്ട് അവിടെ വേല ചെയ്യുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന അബ്രഹാം വർഗീസ് പാസ്റ്ററിന്റെയും സഹശുശ്രൂഷകനായിട്ട് വേല ചെയ്യുന്നു. ആ രണ്ട് കർത്തൃദാസന്റെ പേരിലുള്ള നന്ദിയെ ഈ സഭയെ ഞാൻ അറിയിക്കുന്നു. ഏകദേശം 10,000-ഓളം ജനങ്ങൾ കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു ആലയമാണ്. കർത്തൃദാസന്റെ മകനും അവിടെ കടന്നു വരുന്നത് ഞാൻ കേട്ടു. അതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ 2 സർവീസാണ്, രാവിലെ 7:45 പിന്നെ രാവിലെ 10 മണിക്കും. ഈ 2 സർവീസിലുമാണ് ഞാൻ സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച വന്നപ്പോൾ എനിക്ക് ആകെ കൂടി ഒരു എന്താ പറയാ, ഈ ആരാധനയ്ക്ക് പോകാതിരിക്കുമ്പോൾ എന്തൊരു വിഷമം. അപ്പോഴാണ് കർത്തൃദാസൻ പറഞ്ഞത് കിരാത്തൂരിൽ 7:30 വരാനും പിന്നെ അത് കഴിഞ്ഞ് അവിടെയും വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. അത് മാത്രമല്ല, അതോടുകൂടി മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടും ഫുൾ ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലിയോടുകൂടി ശുശ്രൂഷയും ചെയ്യുന്നു. പിന്നെ ചർച്ച് സംബന്ധമായി പറയുകയാണെങ്കിൽ അവിടെ 150 ശുശ്രൂഷകന്മാരുണ്ട്. അവരുടെ നേതൃത്വവും മാത്രമല്ല അവിടെ ഇരിക്കുന്ന കർത്തൃമേശയുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. അവിടെ ഏകദേശം 10,000-ഓളം പേര് ഹോളി കമ്പനിയിൽ വരുന്ന പറയുമ്പോൾ എത്ര കിലോ അപ്പം വേണം, വൈൻ വേണം, സകല കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്യുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഭാര്യ ഡാൽസി അവൾ ജോലി സംബന്ധമായി ഡൽഹിയിലായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ വരേണ്ടതായിരുന്നു. അടുത്ത പ്രാവശ്യം ദൈവം സഹായിച്ചാൽ കാണുവാൻ ഹല്ലേലൂയ നിങ്ങൾ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾ എസ്തർ എന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. മോൾ എസ്തർ അവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ മോനുണ്ട് ഇമ്മാനുവൽ. ഇന്നലെ പിള്ളേരുമായിട്ട് കളിച്ച് ഒരു 12:30 എപ്പോഴാണ് കിടന്നത്. അവൻ പറഞ്ഞു 4 മണി വരെ വിളയാടുന്നു. ഞാൻ ഈ വിളയാണ്, നീ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവരും 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് ഏകദേശം ഇപ്പോൾ 12 വയസ്സായി. അവളുടെ 10ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ 2 ജന്മദിനം ഒരു ദിവസം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. 10ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചത്. ഹല്ലേലൂയ. പിന്നെ ഈ വർഷം 12ാമത്തെ വയസ്സിലാണ് അവിടെ സ്നാനപ്പെട്ടത്. കാരണം സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു പക്വത വേണ്ട.
അതുകൊണ്ട് അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിയുവാൻ എവിടെയാക്കി. അതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവ് ഈ ദേശത്തോടുള്ളതിനെ സംബന്ധിച്ച് പറയാൻ, ഡാഡിയുടെ നാടാണ് കിരാത്തൂർ, എൻ്റെ മമ്മിയുടെ നാടാണ് പാറശാല. അങ്ങനെയാണ് ഈ ദേശവുമായിട്ടുള്ള ഒരു ബന്ധം. മാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വളരെ ആദരവുള്ള ഒരു കർത്തൃദാസനാണ് ലവ് ആർമി ക്രൂസൈഡിലായിരിക്കുന്ന ബ്രദർ ജെ വിൽസൺ പാസ്റ്റർ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വേല നമുക്ക് അറിയാവുന്നതുപോലെ വണ്ടിയെടുത്ത് എല്ലാ സ്റ്റേറ്റുകളിലും പോയി അദ്ദേഹത്തിന് കൊടുത്ത ലാസ്റ്റ് വിഷൻ ഈ ഇന്ത്യ എന്ന രാജ്യത്തിലെ എല്ലാ പട്ടണങ്ങളിലും പോയി പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടേ പോകൂ. ഈ താമസിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രാത്രി മുഴുവൻ നിൽക്കത്തില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറിലേക്ക് 2 മണിക്കൂർ മാക്സിമം ഫോണെല്ലാം ചാർജ് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അതാണ് കർത്തൃദാസന്റെ വേല. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. തീർച്ചയായും പാസ്റ്റർ എം.എ. വർഗീസിന്റെ കീഴിൽ നിൽക്കുമെങ്കിലും പക്ഷെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കർത്തൃദാസനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആ എരിവോടെ നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇപ്പൊ കർത്തൃദാസൻ ഏകദേശം 360 ഡിസ്ട്രിക്റ്റോടുകൂടി നിത്യതയിൽ ചേർക്കപ്പെട്ടു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. 4 ദിവസം ജനങ്ങൾ വന്ന്, ശുശ്രൂഷകന്മാർ വന്നു. ഞാൻ അവസാനത്തെ ദിവസം വന്നത്, ഒരു അനുശോചനം പോലും പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം അത്രത്തോളം തിക്കും തിരക്കുമായി ദൈവദാസന്മാരെയും ദൈവമക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന ഭാരതത്തിലെ പേരുകെട്ട അപ്പോസ്തലനായി വിളിക്കപ്പെടുവാനിടയായി. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു തീ, ആ ഒരു മാൻഡിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കണം. കാരണം ഈ തിരുവനന്തപുരം ദേശത്തുള്ളവർക്ക് വിശ്രമിക്കാൻ സമയമില്ല, സംസാരം പറയാൻ സമയമില്ല. 1 മണിക്കൂർ അടുത്ത സ്ഥലത്ത് ദൈവം ഏൽപ്പിച്ച വേലയിലേക്ക് പോവുക. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഒരു സമാപന പ്രാർത്ഥന ഈ വർഷത്തിലായിരുന്നു, ഡൽഹിയിൽ. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ജോലിയിൽ ലീവ് എടുത്ത് ഞാൻ ഡൽഹിയിൽ പോയി സംബന്ധിക്കുവാൻ ദൈവനെ സഹായിച്ചു. സ്തോത്രം. അപ്പം ഭാരതത്തിന്റെ ഉണർവ് ഓരോരോ വ്യക്തികളോടും നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു താല്പര്യത്തോടെയാണ് ആ ദൈവദാസൻ ഇരുന്നത്. ഞാൻ എന്തുകൊണ്ട് എത്രത്തോളം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കർത്താവുമായിട്ടുള്ള എരിവിനെ കുറിച്ച് പറയുവാനാണ് പ്രിയരെ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ആ ഒരു കൃപ തന്നിട്ടുണ്ട്. കത്തി ജ്വലിപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. അഭിഷേകത്തിന് ഒട്ടും കുറവ് നിൽക്കാതെ ഇന്ന് ആരാധിച്ചപ്പോൾ തന്നെ ഏകദേശം എനിക്ക് അറ്റ്മോസ്ഫിയർ മനസ്സിലായി. എല്ലാവരും അഭിഷേകത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അഭിഷേകം ഇങ്ങനെ ഏലിയാവിന് കിട്ടിയ പുതപ്പ് കഷ്ടത്തിനിങ്ങനെ മടക്കി വെക്കാതെ അത് പ്രയോജനമുള്ളവരായിരിക്കുവാൻ, രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരായിട്ടിരിക്കുവാനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എൻ്റെ പിതാവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? മാതാവിൻ്റെ പാറശാലയിലായിരിക്കുന്നു. കൊച്ചു പ്രായം തൊട്ട് ഞാൻ മാതാവിൻ്റെ ഭവനത്തിലായിരുന്നു ഞാൻ പൊതുവെ വരാറുള്ളത്. അത് വർഷത്തിൽ ഇതേപോലെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ അടവിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. പക്ഷേ ഡാഡിയുടെ ഈ കിരാത്തൂരിൽ ഞാൻ വരാറേ ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാഡി കല്യാണം കഴിഞ്ഞത് മുതൽ എറണാകുളത്ത് തന്നെ സെറ്റിലായിരിക്കുന്നത്. ഡാഡിയുടെ ഭവനത്തിൽ ഒന്നാമത്തെ ഭാര്യയിലാണ് ഡാഡി. 2 അമ്മമാരുണ്ട്. സ്വത്തുപരമായ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഈ ദേശത്ത് വരത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപ തക്ക സമയത്ത് ദൈവം ഇവിടെ കൊണ്ടുവരുവാനാണ്. കാരണം ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഭയുണ്ട്. ഈ ദേശം വിടുവിക്കപ്പെടണം. ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിച്ചു തരുന്നത്, ഈ ദേശം വിടുവിക്കപ്പെടണം. ഒരു കൂട്ടം ആത്മാക്കൾ ഈ സഭയിലേക്ക് കടന്നു വരണം. കൊയ്ത്തിന് സമയമായി. ഹല്ലേലൂയ. വിളയെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ യജമാനനോട് ശുശ്രൂഷകന്മാരെ ഈ സഭയിൽ നിന്നും അയക്കുവാനാണ് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിറവോടുകൂടെ ഞാൻ ആത്മാവിൽ ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്ത്
ആത്മാക്കളെ തരികയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന എല്ലാ ദേശാധിപത്യ ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കീഴടങ്ങി. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങി. കർത്താവേ, ദൈവസഭയിലേക്ക് ആത്മാക്കളുടെ ഒഴുക്കും ഒരു ഉണർവും ഇന്ന് പകൽ സമയത്ത് ഈ ജൂലൈ മാസം 5-ാം തീയതി ഇന്ന് മുതൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഉണർവ് കിരാത്തൊരു സഭയിൽ നിന്നും വ്യാപരിക്കട്ടെ. ആത്മാക്കൾ ഒഴുകി വരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ സഭയിൽ നിന്നും നടക്കട്ടെ. കർത്താവേ, രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ സഭയിൽ വന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. ഇന്ന് കർത്തൃദാസൻ പറഞ്ഞതുപോലെ ലോകമെമ്പാടും കർത്താവേ, ഡൊണാൾഡ് പ്രസിഡന്റ് തൊട്ട് സകലരും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസനെന്നതിന് ഞാൻ പ്രവചിച്ചു പറയുന്നു, ആത്മാക്കളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സർപ്പശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കീഴടങ്ങുവാനും ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ദൈവജനം മുന്നോട്ട് പോകുവാൻ പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് മുന്നേറുന്ന ക്രിസ്തുവിന്റെ സഭ യേശുവിന്റെ നാമത്തിൽ ഇനി പകൽ സമയത്ത് ഇവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ, ഉണർവിന്റെ ജ്വാല ഇവിടെ കത്തുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സമയത്ത് ഞാൻ കൽപ്പിക്കുന്നു. അതേപോലെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് സഭകളുടെ മേൽ റിലീസ് ആകട്ടെ. ദൈവമക്കൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തനങ്ങൾ നടക്കട്ടെ. കുടുംബത്തിലെ സമാധാനത്തെ കെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ നിന്ന് കീഴടങ്ങട്ടെ. ദൈവമക്കളെ അടിമത്തത്തിൽ കൊണ്ടുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും കൈവിഷങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. കുടുംബത്തിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എല്ലാം കെട്ടിക്കളയുന്ന അടിമതൂപത്തിലാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം എല്ലാ മുഖങ്ങളും അഴിഞ്ഞു മാറട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം ഇന്ന് ചില മുഖങ്ങൾ, ചില ചങ്ങലകൾ ചടനൂലാകുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അതേപോലെ സംഭവിക്കട്ടെ. കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിലെ ചങ്ങലകൾ അഴിഞ്ഞതുപോലെ, മറ്റു ബന്ധനസ്ഥർ അഴിഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ്സ് ഇറങ്ങി. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകുന്നത് പോലെ ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന, ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക അടിസ്ഥാനങ്ങൾ ഇളകി മാറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ. സ്തുതിച്ചാട്ടെ. ഇന്ന് ചിലർ ബന്ധനങ്ങൾ അഴിഞ്ഞ്, യുഗത്തിന്റെ കമിക്കയറുകൾ അഴിഞ്ഞ് ഇന്ന് നിങ്ങൾ സ്വതന്ത്രരായി, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരായി പോകുന്ന ഒരു പകൽ സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഏത് വിഷയത്തിന്റെ മേലാണോ പിശാച് ബന്ധനം കൊണ്ടിട്ടിരിക്കുന്നത്, ഇന്ന് ബന്ധനത്തെ അഴിച്ച് കുടുംബത്തിലെ സ്വസ്ഥത കെടുത്തുന്ന ആ പൈശാചിക ശക്തിയാണ് നമ്മളിന്ന് സഭയായി അഡ്രസ് ചെയ്യുന്നത്. ദൈവജനം അനുഗ്രഹിക്കപ്പെടണം, ദൈവജനം വിടുവിക്കപ്പെടണം, ദൈവജന ആത്മീയ സന്തോഷം തിരിച്ചറിയണം. അതിന് വിരോധമായി നിൽക്കുന്ന ഏത് ശക്തിയായാലും ഏത് വ്യക്തിയായാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് കീഴടങ്ങട്ടെ. രാജ്യം രാജ്യമായി, നേതാക്കന്മാരി ഇളകുമ്പോൾ എല്ലാ നാമത്തിനും മേലായ ഉസിയ രാജാവിന്റെ കാലത്ത് യഹോവ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ എല്ലാ രാജാക്കന്മാരെ വാഴിക്കുന്നതും ഇറക്കുന്നതും എന്റെ കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പൈശാചിക മേഖലകൾ, പാപങ്ങളെയും കേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമെന്ന യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ജയിക്കട്ടെ, ദൈവസഭ വളരട്ടെ,
യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇതൊരു ആത്മീയ ശുശ്രൂഷയുടെ ചെയ്തെടുക്കുമ്പോൾ വളരെ പ്രതിസന്ധിയോടെ, വളരെ ആഗ്രഹത്തോടെ ഇന്ന് കടന്നു വന്ന ദൈവജനത്തിന്റെ മേൽ ഒരു ദൈവിക വിടുതൽ അനുഭവിക്കുവാനും ആത്മാവിന്റെ പകർച്ച അടുത്തൊരു നിലവാരത്തിലേക്ക് കയറുവാനും ദൈവജനത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരുവാനും ഈ ദേശത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനും നിൽക്കാൻ വേണം. കടയിട്ട് നിൽക്കുന്ന എല്ലാ വ്യാപാരത്തെയും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, അടിയട്ടെ. പൈശാചിക ശക്തികൾ അടിഞ്ഞു മാറട്ടെ. ആത്മാവിന്റെ ആരാധന, ആരാധന, ആത്മീയാരാധന നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. Right now, അടിഞ്ഞു മാറട്ടെ, അടിഞ്ഞു മാറട്ടെ. ദൈവത്തെ ആരാധിക്കാനട്ടെ, ആരാധിക്കാനട്ടെ, ആരാധിക്കാനട്ടെ. Down, യേശുവിനെ down, അടിഞ്ഞു, down. അഭിഷേകം കൊടുത്തു, അഭിഷേകം കൊടുത്തു. Right now, ദൈവസ്വാധീനം ഇറങ്ങിയിട്ടുണ്ട്. Right now, അടിയട്ടെ, അടിയട്ടെ. ഇത് പരിപൂർണ്ണ വിടുതലോടുകൂടെ, പരിപൂർണ്ണ വിടുതലോടുകൂടെ ഇന്ന് ദൈവജനങ്ങളുടെ ഇറങ്ങുവാൻ, പരിപൂർണ്ണ വിടുതലോടുകൂടെ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, അടിയട്ടെ. ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ബന്ധനവും അടിയട്ടെ, അടിയട്ടെ. ആത്മാക്കളുടെ ഒഴുക്കിന് തടഞ്ഞു നിൽക്കുന്ന എല്ലാ ബന്ധനവും അടിയട്ടെ. തലമുറയിടങ്ങൾ, തലമുറയിടങ്ങൾ ദൈവശക്തി ഇറങ്ങട്ടെ. Right now, വാക്തത്വ സന്തതികൾ സഭയിൽ നിന്ന് എഴുതപ്പെട്ടെ, എഴുതപ്പെട്ടെ, കുഞ്ഞുങ്ങൾ എഴുതപ്പെട്ടെ, സുഹൃത്തുക്കൾ എഴുതട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ ഭാഷയിൽ, അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവത്തോട് തന്നെ ബുദ്ധിയ ഫലമായിരിക്കും. നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ ബുദ്ധി ശക്തി കൊണ്ടല്ല. അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില എരിഹോ മതിലുകൾ നിലപരിചയ വീട്ട്, എരിഹോ മതിലുകൾ നിലപരിചയ വീട്ട്, ചങ്ങലകൾ വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ. മരണ യോദ്ധാൻ നീങ്ങി മാറട്ടെ, നീങ്ങി മാറട്ടെ. കുടുംബത്തിന് മേലുള്ള മരണ യോദ്ധാൻ നീങ്ങി മാറട്ടെ. Right now, ഇന്ന് ദൈവജനം വിടുവിക്കപ്പെടട്ടെ. ഇന്ന് വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയരെ, ഒരു പക്ഷെ നിന്റെ ജോലി മേഖലയായിരിക്കാം, നിന്റെ ബോസ് നിന്നെ ഞെരുക്കുന്നതായിരിക്കാം. എത്ര ഞെരുക്കം വന്നാലും എബ്രായർ ബാലന്മാർ പീഡിപ്പിക്കുന്നതോറും പീഡിപ്പിക്കുന്നതോറും വർദ്ധിച്ചു വരുന്നത് പോലെ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ ഫറവോനെ എന്റെ ജനത്തെ ആരാധിക്കാൻ വിട, ആരാധിക്കാൻ വിട. അവരെ ഉത്സവത്തിന് അവരെ ആരാധിക്കാൻ വിട. യേശുവിന്റെ നാമത്തിൽ എന്റെ ജനത്തെ
യഹോവ വിചാരിച്ചതുപോലെ സംഭവിക്കും. യഹോവ നിർണയിച്ചതുപോലെ സംഭവിക്കും. ആരാധനയ്ക്ക് യോഗ്യനായ എന്റെ ദൈവത്തെ പെട്ടെന്ന് മറന്നാലും മറക്കാത്ത സ്നേഹമേ, അത്ഭുത മന്ത്രി, വീര ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവ്, അവൻ ആൽഫയും അവൻ ഒമേഗയും, എന്റെ ആദ്യവും എന്റെ അന്ത്യവും, നിന്റെ ജീവിതത്തിലെ ആദ്യവും അന്ത്യവും ആയ കർത്താവിനെ ഇന്ന് പകൽ സമയത്ത് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ജീവനുള്ളതെല്ലാം ചലിക്കും, ജീവനുള്ളതെല്ലാം ചലിക്കും. ജീവനുള്ള ദൈവത്തെ കണ്ട് മഹത്വപ്പെടുത്തുവാൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ മക്കളുണ്ട്. നിന്റെ മരണത്തെ നിശ്ചയിക്കുന്നത് പിശാചല്ല, നിന്റെ കർത്താവാണ്. എല്ലാ മാനത്തിനും എല്ലാ മഹത്വത്തിനും യോഗ്യനായ കർത്താവ്. ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മെസ്സേജ് കേൾക്കാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. ഒരുക്കമുള്ള ഹൃദയത്തെ, ഒരുക്കമുള്ള പാത്രത്തെ എണ്ണ കൊണ്ട് നിറയ്ക്കുവാൻ, വൈൻ കൊണ്ട് നിറയ്ക്കുവാൻ, അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ, നിന്റെ കുടുംബത്തിനും നിന്റെ പ്രതിസന്ധിക്കും വിരോധമായി നാവ് കൊണ്ട് ചില അധികാരങ്ങളുടെ കൈമാറ്റം, നാവിന്റെ മേലുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ കൈമാറുകയാണ്. അധികാരങ്ങളുടെ കൈമാറ്റം നിന്റെ നാവിനെ ബലപ്പെടുത്തുന്ന യഹോവയുടെ കരം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകനെ കൊടിയ കനൽ കൊണ്ട് തൊട്ടതുപോലെ നിന്റെ നാവിനെ ബലപ്പെടുത്തുന്ന ആ കരം ഇത് യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. എല്ലാ നാമത്തിനും നേരായ നാമം, ഭക്തജനം വാഴ്ത്തുന്ന നാമം, എല്ലാ മുഴക്കാലും മടങ്ങിടുന്ന വല്ലവന്റെ നാമം, വല്ലവന്റെ നാമം. സാരാഫത്തിലെ വിധവയെ നോക്കിയ ദൈവം, ഹല്ലേലൂയ, നിന്റെ കലത്തിലെ നാവ് കുറയുകയില്ല, മരടിയിലെ എണ്ണ വറ്റിപ്പോകുകയില്ല. നിന്നെ പോറ്റി പുലർത്തുന്ന എന്റെ ദൈവം, എന്റെ ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ല. എന്റെ ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ല. നിന്റെ ഏത് വിഷയത്തിന്റെ മേലും നിന്നെ ജയോത്സവമായി നടത്തുവാൻ എന്റെ ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ല. അവന്റെ കൈ നീട്ടിയിരിക്കും. അവന്റെ കൈ നീട്ടിയിരിക്കുമ്പോൾ അത് മടക്കുന്നവൻ ആരാണ്? ഏത് ശക്തിയാണ് മടക്കുന്നത്? ഏത് വ്യക്തിയാണ് മടക്കുന്നത്? അവന്റെ കൈയെ മടങ്ങോളൂ. യഹോവയുടെ കൈ നിവർന്നു നിൽക്കും. യഹോവയുടെ കൈ ചലിക്കും. അവന്റെ ശബ്ദം ചലിക്കും. ചലിക്കുന്ന ദൈവ സാന്നിധ്യം, ചലിക്കുന്ന ദൈവ സാന്നിധ്യം, ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം, ആള് മാറിയതുപോലെ പ്രവചിക്കുന്ന ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ആലയത്തിന്റെ മേൽ ചലിക്കട്ടെ. ഭവനത്തിന്റെ മേൽ ചലിക്കട്ടെ. വ്യക്തികളുടെ മേൽ ചലിക്കട്ടെ.
ദൈവ സാന്നിധ്യത്താൽ മൂടട്ടെ. ഈ സഭ ദൈവ സാന്നിധ്യത്താൽ മൂടട്ടെ. ദൂതന്മാരിറങ്ങി ശുശ്രൂഷിക്കട്ടെ. ദൂതന്മാരിറങ്ങി ശുശ്രൂഷിക്കട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ദൈവസഭയിൽ ശുശ്രൂഷകന്മാർ ഇറങ്ങട്ടെ. 5 വിധ ശുശ്രൂഷകന്മാർ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചോട്ടെ, ആരാധിച്ചോട്ടെ. എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം. ഞാൻ എന്റെ മെസ്സേജ് തുടങ്ങിയിട്ടില്ല. പക്ഷെ നിൽക്കുന്നത് ഞാനൊരു ദൈവ സാന്നിധ്യത്തിലാണ്. ഇന്ന് ആത്മാവിൽ ചെന്ന് പ്രവചിച്ചു പറയുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പിശാച് കൊണ്ടിട്ട നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് തകർന്നു മാറട്ടെ. നുഖങ്ങൾ തകർന്നു മാറട്ടെ. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ജൂലൈ 5 ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന്റെ ഒരു ദിവസമാകട്ടെ. ദൈവശബ്ദം ചലിക്കുമാറാകട്ടെ. ദൈവശബ്ദം ചലിക്കുമാറാകട്ടെ. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പ്രതീക്ഷ നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വചനം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വചനം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യേശുവിന്റെ നാമത്തിൽ അവന്റെ വലം കൈകൊണ്ട് നമ്മളെ താങ്ങുന്ന കരം, അവന്റെ വലം കൈകൊണ്ട് കുരുട്ട് കണ്ണുകളെ തുറക്കാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാൻ യഹോവയായ ഞാൻ നിന്റെ നീതിയോട് വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്റെ ജലത്തിന്റെ നിയമം ജാതികളുടെ പ്രകാശവുമാക്കും. നിന്റെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ പ്രവചനത്തിന്റെ 42-ാം അധ്യായം 6-7 വാക്യം ദൈവസഭയിൽ നിന്ന് റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. അത് റിലീസാകട്ടെ. ബദ്ധന്മാർ വിടുവിക്കപ്പെടട്ടെ. കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അന്ധകാരത്തിലിരിക്കുന്നവർ, കാരാഗ്രഹത്തിലിരിക്കുന്നവർ ഇന്ന് വിടുവിക്കപ്പെടട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. യഹോവയായ ദൈവം നിന്റെ നീതിയോട് വിളിച്ചിരിക്കുന്നു. അവൻ നിന്നെ കൈപിടിച്ച് നിന്നെ കാക്കും. നിന്റെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, യേശുവിന് മഹത്വം. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ചവനാണ്. നമുക്ക് ആരാധിപ്പാൻ കാരണമുണ്ട്. നമുക്ക് കൈകൊട്ടി പാടുവാനും കാരണമുണ്ട്. ഉന്നത വിളിയാൽ വിളിച്ച ദൈവമാണ്. ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല കർത്താവേ. അന്നാണ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിക്കും. സന്തോഷത്തോടെ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് ചുരുക്ക ചില സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവ സാന്നിധ്യം നമ്മുടെ മൺകൂടാരത്തിൽ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല.
വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു സ്തോത്രമെങ്കിലും പറയും. കാരണം എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ, ഒരു ഗോൾ അടിക്കുമ്പോൾ ഗാലറിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ലോകവും നമ്മളെ സൃഷ്ടിച്ച ആ സർവശക്തൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്രത്തോളം ദൈവത്തെ ആരാധിക്കും. ഗാലറിയിലൊക്കെ പോരാ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിനുമുമ്പ് നിന്റെ പേർ ചൊല്ലി വിളിച്ച ദൈവം, നിന്റെ ഭയങ്കരവും അതിശയമായി സൃഷ്ടിച്ച ദൈവം ഇന്ന് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ലോകത്തെ ജയിച്ചവനാണ്. എത്രത്തോളം അവനെ നമ്മൾ ആരാധിക്കും. എത്രത്തോളം ആരാധിക്കും. പെട്ടെന്ന് മറന്നാലും എന്നെ മറക്കാത്ത ദൈവം ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഒരു നാളും മറക്കാത്ത ആ സ്നേഹം ലോകത്തിന്റെ അനാഥനായി വിടും. ദൈവത്തിന്റെ അനാഥനായി വിടുകയില്ല. നിന്റെ കാൽ കുറുകി പോകുവാൻ, കല്ലിത്തട്ട് വീഴാതെ പോകുവാൻ ഇടവരാതെ ശാശ്വത ഭുജത്തിൽ വഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരം. പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ പല്ലേറിയല്ലോ, മൂർച്ചയേറിയതുമായ വെടിവെട്ടിയാക്കും. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. സഹോദരന്മാരെ, ദൈവങ്ങൾ കൊടുക്കും. ഈ ദിവസങ്ങളിൽ അതിശക്തമായി ദാവീദിനെ പോലെ പാടി നൃത്തത്തോടുകൂടെ വാദ്യ ഉപകരണത്തോടെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അഭിഷേകം ഈ സഹോദരന്റെ മേൽ റിലീസാകട്ടെ. ആരാധനയുടെ കൈയടിച്ചു ദൈവത്തെ ആരാധിച്ചോണ്ട്, കൈത്താളത്തോടെ ദൈവത്തെ ആരാധിച്ചോണ്ട്, നൃത്തത്തോടെ ദൈവത്തെ ആരാധിച്ചോണ്ട്. ദാവീദിന്റെ ഭാര്യ നിന്നെ മുഷിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്തെ ഞാൻ നൃത്തത്തോടെ ആരാധിക്കും. നിന്റെ അപ്പനല്ല, എന്റെ ദൈവമാണ് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്. തിരിഞ്ഞു നോക്കിയ ഒരാട്ടിടയനാണ് എന്നെ കാട്ടിൽ നിന്ന് വിളിച്ച് രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്. എന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ഹൃദയപ്രകാരമുള്ള ദൈവ മനുഷ്യൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഭക്തന്മാരെ ദൈവം നോക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാനിപ്പോഴും മെസ്സേജ് തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും ആരാധനയിൽ പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ശിവബ്രദറല്ല, പരിശുദ്ധാത്മാവാണ്. സകല സത്യങ്ങളിൽ വഴി നടത്തുന്ന, സകലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിന്റെ ശക്തിയാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരം
കൈമാറ്റങ്ങൾ, ദൈവത്തിന് ചില കൈമാറ്റങ്ങൾ ഞാനിന്ന് റിലീസ് ചെയ്യുന്നു. ഞാനത് അനുഭവിച്ചറിയുന്നു. ചില കൈമാറ്റങ്ങൾ, സ്വർഗത്തിലെ ചില കൈമാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന് മേൽ പകരട്ടെ. ദൈവജനത്തിന് മേൽ പകരട്ടെ. കർത്താവേ, ആഗ്രഹിക്കുന്ന ഉടനെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ ഈ സഭയുടെ അവസ്ഥകൾ മാറുമെന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു. ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് 5-ാം തീയതിക്കുള്ളിൽ ദൈവാത്മാവ് ഈ സഭയെ അടുത്തൊരു നിലവാരത്തിലേക്ക് കയറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു. ദൈവസഭ അടുത്തൊരു തലത്തിലേക്ക് കയറട്ടെ. ദൈവസഭ കയറട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. എത്ര പേർ ആമേൻ പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. എത്ര പേര് ശക്തമായി ദൈവത്തെ ആരാധിച്ചു? ഞാൻ എനിക്ക് കൊണ്ടുവന്ന മെസ്സേജ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? ഹല്ലേലൂയ. ഈ ശുഭപ്രദ ജഡമാണ്, മണ്ണിന്റെ ചൊവയുണ്ടാവും. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എത്ര വിശ്വസിക്കുന്നു? എത്ര പേര് ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിച്ചു? രാവിലെ പങ്കുകൾ പാടി, അതിനുശേഷം സഹോദരി പാടി. എന്തുകൊണ്ടാ? ആരാധനയായ ദൈവത്തെ ആരാധിക്കുവാനുണ്ട്. നമുക്ക് പോലെ കഴിവുണ്ടോ? എന്നാ നമ്മുടെ ലൈസൻസ് തീരണം നമുക്ക് അറിയാൻ പറ്റുമോ? പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റല്ലോ, ജൂലൈ 5-ന് എഴുന്നേറ്റല്ലോ, ആയുസ്സും ആരോഗ്യം തന്നില്ലേ, കാലും കൈകാലുകൾ തന്നില്ലേ, അടുക്കുവാൻ കരങ്ങൾ തന്നില്ലേ? ദൈവത്തെ സ്തുതിക്കണ്ടേ? എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയെ കുറിച്ച് വചനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദൈവവചനത്തോടുള്ള നീതി കാണിക്കുന്നേ. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച കുറച്ച് വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. അതിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 1:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആരെങ്കിലും അറിയാമോ? ഈ പ്രവചന വാക്യം എഴുതിയിരിക്കുന്നത് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. എന്തുകൊണ്ടാ? സമയം അടുത്തിരിക്കുന്നു. ഈ സമയമൊന്നും ഇല്ല. ഹല്ലേലൂയ. ചുരുക്കം ചില സമയമുണ്ട് ദൈവം ഏൽപ്പിച്ച വചനം ദൈവസഭയോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. കാരണം സമയം തക്ക സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. പലർക്കും ഈ ആരാധന കഴിഞ്ഞ് ഭവനത്തിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. എങ്കിലും ഇവിടെ ഇരിക്കുന്നത് 1000 വർഷത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. IT കമ്പനിയിലെ മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്നു. അതോടെ കർത്താവ് വേലയും ചെയ്യുന്നു. മാത്രമല്ല, പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ MD 5 വർഷം കൊണ്ട് എടുത്തു. ഇപ്പോൾ ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ടീച്ചർ കൂടിയാണ്. ആർക്കൊരു സന്തോഷമില്ല. ഒരു ചെറിയൊരു സാക്ഷ്യം പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വദേശം എറണാകുളം. ഞാൻ ജനിച്ചത് വളർന്നതും എല്ലാം അവിടെയാണ്. കാരണം ഡാഡിനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഡാഡി സ്വന്തമായിട്ട് എറണാകുളത്ത് നിന്ന് പെട്ടായി ബിസിനസ്സായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഡാഡിനെ ചെറുപ്പം മുതൽ കണ്ടത്. കാലക്രമേണ മുട്ടായി ബിസിനസ് എല്ലാം തകർന്നു പോയി. ഈ ബന്ധമിത്രാദികളെ കൊണ്ടുവന്ന് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എപ്പം തകർന്നെന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിന് ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങി. ഞാനൊരു പക്ക കത്തോലിക്കനായിരുന്നു. എൻ്റെ കല്യാണത്തിന് ശേഷമാണ് 2012 ബാംഗ്ലൂരിൽ വെച്ചിട്ട് MA വർഗീസ് പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അതിന് കാരണക്കാരി എൻ്റെ ഭാര്യ.
ഭാര്യ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷെ കല്യാണത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാണ്. അപ്പൊ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് 2013 ഞായറാഴ്ച ജനുവരി 5 സ്നാനപ്പെടുന്നതും 2014 പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കുന്നതും 2015 തൊട്ടാണ് കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യത്തോടെ രക്ഷയുടെ പാനപാത്രം എടുത്ത് എവിടെയെല്ലാം കടന്നു പോകുന്നു അവരുടെ നാമത്തിലേക്ക് ഉയർത്താം. എന്റെ ഡാഡിയുടെ ഭവനത്തിൽ നിന്നും 2 അമ്മമാരാണ്. അവരെല്ലാം ശപിക്കപ്പെട്ടു പോയി. കുറച്ചു പേര് മരണപ്പെട്ടും പോയി. എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിലും കുറെ പേര് ശപിക്കപ്പെട്ടു പോയി. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞാൻ എന്നും ഉയർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. നാളെ എൻ്റെ വിവാഹ ശുശ്രൂഷ. നാളെ അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ കല്യാണം. അതായത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൊടുക്കുന്ന ഒരു കുടുംബം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ വരാൻ കാര്യം. ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. എനിക്കിന്ന് പ്രാഗൽഭ്യത്തോടെ പറയാം, ഈ 2 കുടുംബത്തിന്റെ മധ്യേ ദൈവം എന്നെ ജയോത്സവമായി മാന്യതയോടെ ഇന്ന് നിർത്തിയതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവത്തോടെ എന്നെ മാന്യനാക്കിയെങ്കിലല്ലേ ദൈവത്തിന്റെ വചനത്തെ ഞാൻ എടുത്ത് പറയണ്ടേ? അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. കഴിവുണ്ടോ? ഒരു കഴിവില്ല. ഞാൻ എൻ്റെ ജീവിതകഥയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ചുമ്മാതെ ചാടിപ്പിച്ചിട്ട് പോകാനല്ല പറയുന്നത്. ജീവിതകഥയാണ് പറയുന്നത്. 8ാം ക്ലാസ്സിൽ 10 വിഷയത്തിൽ 8 പൊട്ടിയതാണ്. 8 തോറ്റു. 50ൽ 5 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്. അപ്പൊ എൻ്റെ മമ്മിയുടെ ആങ്ങള മേശ്രിയാണ്. നീ 8ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ പാലയിൽ മേശ്രി പണിക്കുന്നതിനെ വിടുന്നു. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? മേശ്രി പണി അറിയാലോ. പക്ഷെ ദൈവത്തിന്റെ കൃപയാണ് 8ാം ക്ലാസ് ഒരു കന്യാസ്ത്രീ മുഖാന്തരം ജയിച്ചു. അതൊരു നല്ലൊരു മാനസാന്തരത്തിലേക്ക് വരുവാനിടെ. പിന്നെ അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. അവിടെ നിന്ന് തുടങ്ങിയതാ എൻ്റെ പഠനം. ഹല്ലേലൂയ. 10ാം ക്ലാസ് എത്തിയപ്പോൾ ഡാഡിക്ക് ഓട്ടോറിക്ഷയാണ്. ഡാഡിനെ സഹായിക്കണം എന്ന് കരുതി ഈ കലൂർ സ്റ്റേഡിയം എത്ര പേർക്ക് അറിയാം? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ പോയതാ. എക്സസൈസ് അല്ലേ, ഓടാൻ പോയതാ. 10ാം ക്ലാസ്സിൽ 15ാമത്തെ വയസ്സിൽ ഓടി വന്നു. വീട്ടിലെത്തി. ഓടിയാൽ ഒന്നും കിട്ടത്തില്ല. അതേസമയം പേപ്പർ ഇടാൻ പോയാൽ പൈസ കിട്ടും. 15ാമത്തെ വയസ്സിൽ പേപ്പർ ഇടാൻ തുടങ്ങിയത് 21ാമത്തെ വയസ്സ് വരെ. ഞാൻ 21ാമത്തെ വയസ്സിലാണ് ബാംഗ്ലൂർ പട്ടണത്തിൽ പോകുന്നത്. നീണ്ട 6 വർഷം രാവിലെ പേപ്പർ ഇടാൻ പോകുകയാണ്. എനിക്കറിയാം ഇവിടെ കുറെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നിങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതാ. ഹല്ലേലൂയ. 6 വർഷം രാവിലെ പേപ്പർ ഇടാൻ പോകും. 5 വർഷം എൻ്റെ പിതാവ് എൻ്റെ കൂടെ പേപ്പർ ഇടാൻ വരുന്നത്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നതാ പ്രിയരെ. ഞാനായിട്ട് ബാംഗ്ലൂരിൽ പോയതല്ല. അന്നൊക്കെ എല്ലാവരും പറയും ബാംഗ്ലൂരിൽ പോയ നല്ല സ്ഥലം, ജീവിക്കാൻ പോയതല്ല, ഭയങ്കര പൈസയാണ്. എനിക്കിവിടെ കറുത്തദാസിന്റെ മോനെ അവിടെയെന്ന് തോന്നുന്നു അല്ലേ, ബത്തേലേജ് വിളിക്കുന്നു. അവിടുത്തെ MD അല്ലേ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. കറുത്തദാസിന്റെ ബത്തേൽ സണ്ണി. അദ്ദേഹം ബത്തേൽ സണ്ണി കർണാടകക്കാരനാണ്. അദ്ദേഹത്തിന്റെ സഭ തരിക്കരി സഭയാണ്. ബത്തേലേജിയിൽ അവിടെ വരുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മാതൃസഭ എവിടെയെന്ന് അറിയാമോ? തരിക്കരി എന്ന് പറയും, ഷിമോഗ ഡിസ്ട്രിക്റ്റില്. ഭാഷ അറിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കർണാടകയിലെ ആദ്യത്തെ IPC സഭയാണ് കർണാടകയില സ്മോൾ. അവിടെ നിന്ന് ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെയും എല്ലാം കന്നഡക്കാരാ, 80% കന്നഡക്കാരാ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം പലപ്പോഴും ഒരുക്കി. ഹല്ലേലൂയ. അപ്പൊ ബാംഗ്ലൂർ പട്ടണം നല്ല എന്താ പറയാ ചെലവേറിയതാ. ചിലപ്പോൾ റൂമൊന്നും കിട്ടത്തില്ല. എന്താ പറയാ നമ്മൾ ഈ പറയുന്ന പോലെ പശുത്തൊഴുത്തിലൊക്കെ കിടക്കണമെന്നൊക്കെയാണ് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് കേട്ടത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഞാനവിടെ പഠിക്കാനും പോയില്ല. തക്ക സമയത്ത് അവിടെ നിന്ന് തന്നെ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്ത് എന്നെ കൊണ്ടുപോയതാണ്.
2016 പോയതാ, ഇന്ന് ദൈവം നിർത്തിയിരിക്കുക. 20 വർഷമായി. അവിടെ നിന്ന് ദൈവം എന്നെ മാനിച്ചു. കർത്തൃദാസനോ നിങ്ങൾ ആരെങ്കിലും കടന്നുവരുന്നെങ്കിൽ ദയവായി എൻ്റെ ഭവനത്തിലേക്ക് വരാം. എയർപോർട്ടിൻ്റെ അടുത്താണ്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വരുമ്പോൾ ഒരു ഞായറാഴ്ച കൂടി വരികയാണെങ്കിൽ അവിടുത്തെ ആരാധനയെ സംബന്ധിക്കാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആരാധന മുടക്കരുത്. കർത്തൃദാസൻ അറിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. കർത്തൃദാസനെ ഞാൻ സ്വാഗതം ചെയ്തു. ഇവിടെ നോക്കി, അവിടെ ഭവനം തന്നു. ഇനി പിന്നെ വേറെ എന്താ തരുന്നത്? ജോലി തന്നു, ഭവനം തന്നു, പിന്നെ എന്താ പറയുക? ഇതെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. 9:56 മെസ്സേജ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയണത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ ഫ്യൂണറൽ സർവീസിന് ഇല്ല മാസ്റ്ററെ, ആ വ്യക്തി എന്തൊക്കെ ചെയ്തു അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആ നല്ലൊരു ഇതെല്ലാം ചെയ്തത്. കാരണം അപ്പോഴാണ് നമ്മളൊക്കെ നിന്ന് ശോധന ചെയ്തത്. ചില സമയത്ത് ജോലിയിൽ ഭയങ്കര തിരക്കായിരിക്കും. പെട്ടെന്നായിരിക്കും ചർച്ചയിൽ നിന്ന് ഒരു വിളി വരുന്നത്, അതെ ഒരു മരണമുണ്ട്, പെട്ടെന്ന് ഇന്ന സെമിത്തേരി വരാൻ പറയും. നല്ല ജോലി തിരക്കിന്ന് ആ സെമിത്തേരി വന്നിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നും അല്ല, മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതെന്നല്ല. കാരണം എന്താ? ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. നമുക്കായി ഒരുക്കി വെച്ചൊരു ഭവനമുണ്ട്, അവിടെ എത്തണ്ടേ? എത്ര പേർക്ക് എത്തണം? ഇതെല്ലാം ടെമ്പററിയാ. നമ്മളിത് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനൊന്നും പോണില്ല, പിടിച്ചോണ്ട് പോകുന്നില്ല. നഗ്നനായി വന്ന് നഗ്നനായിട്ട് തന്നെ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. നമ്മുടെ ഈ സ്തുതിക്കുന്ന ഈ കൈയല്ലേ, കൈയടിച്ച് പാടുന്നത്, അത് മൺമയമായിട്ട് പോകും. ഈ സ്തുതിക്കുന്ന നാവല്ലേ മൺമയമായിട്ട് പോകും. പക്ഷെ എന്താ പറയാ, നമ്മൾ ജീവനോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അവിടെ മരണമില്ല, അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അതിനെ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. വിനയിപ്പിച്ച ഒരു വേദഭാഗത്തിലേക്ക് ഇറന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ ഇരിക്കുന്നത് ഏത് കാലഘട്ടത്താണ്? നമ്മൾ നേരത്തെ വായിച്ചില്ലേ, സമയം തക്കത്തില് ഉപയോഗിക്കണം. നമ്മളിപ്പോ ചിന്തിക്കുക, ഒരു എത്ര മണിക്കാണ് ആരാധന തീരുന്ന മാസ്റ്റർ? 10:30. 10:30 കഴിഞ്ഞിട്ട് വേണം തവലിൽ പോയി ഇറച്ചി വാങ്ങണം, വീട്ടിൽ പോയി കറി വെക്കണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകണം. ഇങ്ങനെ പല ചിന്തയിൽ നിൽക്കുക. കുറച്ചൊക്കെ ഇതൊക്കെ കേട്ടിട്ട് പോയാൽ മതി. എത്ര പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്? അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് എയർ ഹോസ്റ്റസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. എന്താ പറയാ, ഇങ്ങോട്ട് ഇവിടെ അവിടെ. എനിക്കൊക്കെ കേട്ട് മടുത്ത്. കാരണം എൻ്റെ ജോലി വർഷത്തിൽ എപ്പോഴും യാത്രയാണ്. എന്നാലും ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കും. എന്ത് പറയണ, ലൈഫ് ജാക്കറ്റാ, ഇതുവഴി പോകണം, വിമാനം തകർന്ന് അതിൽ കൂടി ചാടണം. പക്ഷെ എന്ത് ചെയ്യാനാ, ആദ്യമൊക്കെ അങ്ങള് കേൾക്കും. ഒരു ദിവസം 3 പ്രാവശ്യം കേട്ടു നോക്കിയല്ലോ, അങ്ങളും മടുക്കും. അതേപോലെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിത്തിരി കേൾക്കണം. കേട്ടുപോയാലേ പറ്റുള്ളൂ. കാരണം നിങ്ങളെ ഞങ്ങൾക്ക് അവിടെ എത്തിക്കണം, ഞങ്ങളുടെ ഉത്തരവാദിത്വം. പിന്നെ ഞാൻ പിന്നെ ഒരു ടീച്ചറും കൂടിയാണ്. ഓരോരോ വേഴ്സ് പറയുമ്പോഴല്ലേ, പോകുന്നതിന് മുമ്പ് 2-3 പേരോട് ചോദിക്കും, ഇപ്പൊ ഇറങ്ങിപ്പോണ്ടവർക്ക് ഇപ്പൊ ഇറങ്ങി പോവാം. സഹോദരന്മാരുടെ ഭാഗത്ത് 3 എണ്ണം, സഹോദരിമാരുടെ 3 എണ്ണം. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നുണ്ടോ? സ്തോത്രം. അതുപോലെ മാത്രമേ എഴുതുന്നു. നമ്മളിപ്പോ അന്ത്യകാലത്താണ്. 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളുണ്ടാവും, ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 2 തിമോത്തിയുടെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ എങ്ങനെയുള്ളവരാകുന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ സ്വപ്നേയികളാവും, വമ്പ് പറയും, പിന്നെ എന്ത് പറയും, അഹങ്കാരികളാവും, നിഗളികളാവും. കാരണം എന്താ? ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ പാരമ്പര്യം, ഞാൻ ആരാന്നറിയാമോ? എൻ്റെ പണ്ടത്തെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പാരമ്പര്യം, പിന്നെ മാതാപിതാക്കളെ സ്നേഹിക്കാത്തവർ, നിഗളികൾ, ഇതെല്ലാം കൊണ്ടുതരും. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ. ഇതാണ് അന്ത്യകാലത്ത് നടക്കുന്നത്. പ്രിയരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അന്തിക്രിസ്തു വന്ന് 3.5 വർഷം, അതൊന്നും അല്ല. അത് വരും. അതിനു മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്.
പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്. പിന്നെ വേറൊരു കൂട്ടരെ കുറിച്ച് പാസ്റ്റർ പറയുന്നുണ്ട്, 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 3-ാമത്തെ വാക്യം. അവർക്ക് എന്താന്ന് വെച്ചാൽ, പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തം ഉപദേഷ്ടക്കാരെ പെരുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് ഞാൻ കേൾക്കൂ, ഇല്ല ഭാസ്കർ, എനിക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് ഇല്ലെങ്കിൽ ഞാൻ കേൾക്കില്ല. അത് വേറെ പ്രശ്നം. സമൃദ്ധി വേണം, ഇല്ലേ? നമുക്ക് എന്താ പറയാ, പ്രോസ്പെരിറ്റി വേണം. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ മക്കളെ അല്ലാതെ പിന്നെ വേറെ ആര് ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ? പക്ഷേ ആ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പിന്നാലെ പോയത്. കാരണം ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അന്ത്യകാലത്ത് ഇങ്ങനെ എന്താ സംഭവിക്കുന്നത്? പല കാര്യങ്ങളും നടക്കും. മനുഷ്യന്റെ സ്വഭാവം മാറും, ഇല്ലേ? മനുഷ്യന്റെ സ്വഭാവം മാറും. ഇപ്പൊ കോവിഡിന് ശേഷം എല്ലാവരും ടി വിയിലാണ്. പള്ളിയിലും ആരാധനയിലൊന്നും വരാൻ പറ്റത്തില്ല. എന്താ സംഭവിക്കുന്നത്? കർത്താവ് വന്നു പോകുന്നത് ടി വി കൂടെ കാണും. കർത്താവ് വന്നാരേ പോയാരേ എന്ന് പറയും, അവരോട് കണ്ടോണ്ടിരിക്കും. പക്ഷെ അങ്ങനെയായിരുന്നില്ല. നേരത്തെ വില മുടക്കിയ ദൈവദാസന്മാർ, അപ്പച്ചനും അമ്മച്ചിമാരുണ്ടായിരുന്നില്ല. അവര് വിതച്ചതുകൊണ്ടാണ് നമ്മളിപ്പോ കൊയ്യുന്നത്. ഒരു സമയത്ത് അവരിവിടെ വിതച്ചു രാത്രിയില്, അതുകൊണ്ടാണ് കൊയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ കാലം നോക്കിയാല് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ട സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും പാലാ വേണ്ടത്. പാല് മതി, കട്ടിയ ആഹാരമൊന്നും വേണ്ട. പിന്നെ ഞാനും പാസ്റ്റർമാരിങ്ങനെ തെളിയിച്ചു തരാൻ നോക്കും. പക്ഷെ എന്താ പറയാ, മാന്യമാ, കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നതാ. പിന്നെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ കൊടുക്കുക? പാല് തന്നെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് ആരാന്നറിയാലോ? വിശ്വാസത്തിന്റെ നിജപുത്രൻ. അതിൽ 2-ാമത്തെ അധ്യായം ഇങ്ങനെ പറഞ്ഞു, 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ 2 തിമോത്തിയോസ് 2:3-4 പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. അപ്പൊ ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടത് ഒരു പട്ടാളക്കാരന്റെ മൈന. മനസ്സിലായോ? പട്ടാളക്കാരൻ. ഇപ്പൊ നിങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും നല്ല മടിയനുള്ള അവാർഡ് കൊടുത്തെങ്കിൽ, ഏറ്റവും നല്ല മടിയനുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും? മടിയനാരാന്നറിയില്ലേ? ഇപ്പൊ പള്ളിയിൽ വിളിക്കാൻ പോലെ വരത്തില്ല, ഞങ്ങൾ ഉറങ്ങട്ടെ എന്ന് പറയും. എന്നാ ഭക്ഷണം കഴിക്കണമെന്ന് പറയും, അതവിടെ വെച്ചോ, ഞാൻ തിരിയുമ്പോൾ കഴിക്കാം, ഇല്ലേ? ഇങ്ങനെ ചരിയുമ്പോ കഴിക്കാം. അപ്പൊ മടിയന് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ മടിയനെ പിടിച്ച് പട്ടാളത്തിന്റെ സെലക്ഷന് കൊണ്ടുപോയാലോ? ഒരു 3 വർഷത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? അവൻ മടിയനെ നിപ്പ് പോലെ കണ്ടില്ല, അവന്റെ നടപ്പ് കണ്ടില്ല, നോട്ടം കണ്ടില്ല, പോക്ക് കണ്ടില്ലേ? ഇതുപോലെയാണ് ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പട്ടാളക്കാരനാണ്. പട്ടാളക്കാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ? അവൻ പട ചേർത്തവനെ പ്രസാദിപ്പിക്കും. ഇവിടെ പട ചേർത്തവൻ ആരാ? നമ്മുടെ കർത്താവാ. യോഹന്നാന്റെ സുവിശേഷം 8-29 പറയുന്ന എന്താ പറയുന്നത്? അവൻ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു. അപ്പൊ പട്ടാളക്കാരൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? കമാൻഡർ പറയുന്നത് കേൾക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. കല്യാണം കഴിയുമ്പോ യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താ പറയും? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ പെട്ടിയെടുത്തിട്ട് പോണം. വിശ്രമമില്ല, രാജ്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനെ, ഇവൻ ലോക്കൽ പോലീസായിട്ട് ഒന്ന് പിടിച്ച് തല്ലിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു പട്ടാളക്കാരനെ പിടിച്ച് നിങ്ങൾ തല്ലി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാതെ? അടുത്ത അരമണിക്കൂറിന് കംപ്ലീറ്റ് പട്ടാളക്കാരൻ വന്ന് അവിടെ നിറയും. അതായത് ഒരു രാജ്യം ഇളകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ തൊടുന്നവന് നിന്നെയല്ല, ദൈവത്തിന്റെ കൺമണിയാണ്. അപ്പൊ നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ദൈവം മാത്രമല്ല, ആ കംപ്ലീറ്റ് ദൂതന്മാരെല്ലാം ഇറങ്ങി നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പറഞ്ഞ അതിനെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആദ്യകാലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ, അവരെ പ്രസാദിപ്പിക്കുക. ഹഡ്സൺ ടൈലർ എന്നുള്ളൊരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, ജയം പ്രാപിക്കാന് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടത് മാത്രം കാര്യമില്ല. ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ നോക്കിയാൽ മതി. കാരണം അവന്റെ ഉപനിധി. ഞാൻ വാക്കുകളെ ചുരുക്കുക. അപ്പൊ ഈ പൗലോസിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കർത്തൃദാസൻ എല്ലാ ചരാചരങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, സൂര്യനും ചന്ദ്രനും. കാരണം എന്താ? ഈ നീതി സൂര്യനായ കർത്താവ് വരുമ്പോ ഈ സൂര്യനും ഈ ചന്ദ്രനും ലജ്ജിച്ചു പോകും. അപ്പൊ ദൈവത്തിന്റെ വെളിച്ചം എങ്ങനെ ഇരിക്കും? ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത ആ തേജസ്സോടുകൂടെ കർത്താവ് വരുമ്പോൾ സൂര്യനും ചന്ദ്രനും ലജ്ജിച്ചു പോകും. ആ കർത്താവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ണു കാണാൻ പറ്റിയില്ല, തേജസ് കൊണ്ട്. അപ്പൊ അവൻ ചോദിക്കുന്നു, കർത്താവേ കർത്താവേ നീയാ? അപ്പൊ എന്താ പറഞ്ഞത്? നീ ക്രൂശിക്കുന്ന യേശു. പിന്നത്തേതിൽ ഇത്രയും ലേഖനങ്ങൾ എഴുതുവാൻ ആ ദൈവദാസനെ ദൈവത്തെ ഉപയോഗിച്ചു. പക്ഷെ ആ ദിവസം അവസാനം പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്തിനേന്നല്ല, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയാം. അവൻ എന്റെ ഉപനിധി. ആ ദിവസത്തോളം കാക്കുവാൻ അവൻ സർവശക്തനായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ നിജപുത്രനായ തിമോത്തിയോസിനോട് എഴുതുമ്പോൾ പറയുക, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ ഈ ലേഖനം എഴുതിയപ്പോ പൗലോസ് എവിടെയാണ്? കാരാഗ്രഹത്തില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം ഞാൻ ചങ്ങല ധരിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ ഈ വചനത്തിനോ ബന്ധനമില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. ഒന്നാം പ്രതിവാദത്തിൽ ആരും തുണയായിട്ടുണ്ടായില്ല. അതായത് കോർട്ട് കേസിൽ വാദിക്കാൻ ആരുമില്ല. എന്നിട്ട് പറയുന്നു, എന്റെ നിര്യാണ കാലം അടുത്തു, ഞാൻ പാനീയ യാഗമായി പോകുക, അതിനെനിക്ക് ഭാരമില്ല. പക്ഷെ അടുത്തൊരു തലമുറ എഴുന്നേക്കണം. തിമോത്തിയോസെ, ക്രിസ്തുവിന്റെ നല്ല ഭടനായി യുദ്ധസേവ ചെയ്യുക. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം ആ ന്യായാധിപതിയായ കർത്താവ് എനിക്ക് വച്ചിരിക്കുന്നു. എന്നിൽ മാത്രമല്ല, എന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും തന്നെ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഭടന്മാരായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ നിന്റെ കൂടെയുണ്ട്. നിങ്ങളെ തൊടുമ്പോൾ നിന്നെയല്ല, ദൈവത്തിന്റെ കൺമണിയാണ് തൊടുന്നത്. ദൈവരാജ്യം ഒട്ടാകെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. ജീവനകാര്യങ്ങൾ ഇടപെടുന്നതല്ല, അവനെ പ്രസാദിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ജീവകിരീടം പാടും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചതിനുള്ള ദൈവദാസനോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കൾ ലക്ഷ്യയിലേക്ക് വരുവാൻ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. நல்ல வார்த்தைகளுக்காக எல்லாம் இளவிதிந்து ஆண்டவருக்கு நன்றி செலுத்தி, ஆண்டவர் நம்மோடு நல்ல வார்த்தைகளை கொண்டு பேசினார். வார்த்தைகள் எல்லாம் அப்படியே நிறைவேறும்படியா நம்ம எல்லா கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்துவோம். ஹல்லேலூயா. ஸ்தோத்திரம் 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 ஸ்தோத்திரம். ஹல்லேலூயா. ஸ்தோத்திரம் 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 ஸ்தோத்திரம். ஆண்டவரே, வார்த்தைகள் நிறைவேறும்படியாக ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. இயேசு மணவாளன் நம்மை சேர்க்குவார், மத்தியவானில் வெளிப்படுவான். பிரசன்னமாய் பிரியரே, நாம் விசுத்தியோடே, அசன்னமாய் பிரியரே, நாம் விசுத்தியோடே, சேரும் நாம் வேகத்தில் இப்பவிடவில் காடும் நாம் வந்தாலே பிரியன் சொல்லுவார். சேரும்
യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ചടൽ ചടൽ ഉയർന്നു വിശുദ്ധരെല്ലാം കാവലനാദം കേട്ടിടുമ്പോൾ ചടൽ ചടൽ ഉയർന്നു വിശുദ്ധരെല്ലാം കാവലനാദം കേട്ടിടുമ്പോൾ പാടി അതിടും നാമത്താളിൽ കൃപാകരം പ്രാപിക്കും പാടി അതിടും നാമത്താളിൽ കൃപാകരം പ്രാപിക്കും ചേരും നാമേഘത്തിൽ ഇന്നവിടരിൽ കാണും നാമങ്ങളിൽ പ്രിയൻ വന്നുകരം ചേരും നാമേഘത്തിൽ ഇന്നവിടരിൽ കാണും നാമങ്ങളിൽ പ്രിയൻ വന്നുകരം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്നാം വേഗത്തിൽ പിന്നവിടവിൽ കാണും നാമങ്ങളിൽ പ്രിയപ്പെടുക 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 சபை மக்களை ஆண்டவரே இயேசு கிறிஸ்துவின் நாமத்தில் வாழ்த்தி ஆசீர்வதிக்கிறேன். ஆண்டவரே ஆசீர்வாதம் எல்லா மக்கள் மேலும் நிறைவாய் தங்கியிருப்பதாக. தூரத்திலும் சமீபத்திலும் இருக்கிற எங்கள் சபை பிள்ளைகளை ஆசீர்வதியும். எல்லாரையும் கண்மணி போல் காத்துக்கொள்ளும். இந்த ஜூலை மாதம் ஆண்டவர் சொன்ன வாக்குத்தத்தங்கள் வார்த்தைகளின்படியாக கர்த்தர் ஆசீர்வதிப்பீராக. நான் உன்னை பலப்படுத்தி நான் உனக்கு சகாயம் பண்ணுவேன், நீதியின் பலக்கரத்தினால் உன்னை தாங்குவேன் என்று சொன்னீரே யாக்கோபு சிறு பூச்சியே, நீ பயப்படாதே. ஆண்டவர் சொன்ன வார்த்தையின்படி எல்லா குடும்பங்களையும் இந்த மாசம் யாக்கோபை நடத்தினது போல அனைத்து குடும்பங்களையும் அற்புதமாய் நடத்துங்க. இந்த வார்த்தைகள் அப்படியே நிறைவேறட்டும். தீர்க்கதரிசன வார்த்தைகள் எல்லாம் நிறைவேறட்டும். ஆண்டவர் சொன்ன எல்லா வார்த்தைகளும் இந்த மாதத்துல கர்த்தர் நிறைவேற்றிட்டார். எல்லாரையும் ஆசீர்வதிங்க. சபையில் இருக்கிற சிறு பிள்ளைகள், பெரியவர்கள், மூப்பர்கள், முதியவர்கள் எல்லாரையும் ஆசீர்வதியும். வர முடியாமல் பனியினாலும் பலவீனங்களாலும் காய்ச்சல்ல இருக்கிற குடும்பங்களுக்கு ஆசீர்வதிக்கிறோம். எல்லாரையும் பலப்படுத்தும். சரீர சுக பலன் நல்ல தீர்க்காயுள்களை ஆண்டவரை கொடுத்து எல்லாரையும் அடுத்த ஆராதனை கொண்டு வாருங்கள். ஆசீர்வதி. கையின் பிரயாசங்கள், வேலைகள், நன்மைகள் எல்லாம் தெய்வம் அனுக்கிரகம் உண்டாகும்படி ஜெபிக்கிறோம். ஆண்டவர் செய்தி கொடுத்த ஆசிரியை பயன்படுத்தும். இயேசுவின் நாமத்தில் ஜெபிக்கிற நல்ல பிதாவே, என் ஆத்துமாவே ஸ்தோத்திரி, என் முழுவதுமே பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, அவர் செய்த சகல உபகாரங்களையும். ஆமென். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபை, பிதாவாகிய தேவனுடைய அன்பு, பரிசுத்த ஆவியானவருடைய ஐக்கியம் இன்றும் என்று சதா காலம் நாம் அனைவரோடு என்று தங்கி இருப்பதாக. ஆமென். அல்லேலூயா, அல்லேலூயா, அல்லேலூயா. கர்த்தர் உங்களை ஆசீர்வதிப்பாராக. ஆமென். ஜெபிக்கிறாங்க, ஜெபிக்கலாம். கர்த்தருக்கு மகிமை உண்டாகட்டும். சண்டை கிளாஸ் உண்டு. பிள்ளைகளோட